എഴുതി പഠിക്കാൻ പറയുന്നത് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്യൂഷൻ പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് എക്സാമും ഒക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഈ എക്സാം ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും, പ്രത്യേകിച്ച് ഈവനിങ് ടൈം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് കുളിക്കാൻ ഒരു ഇച്ചിരി ലേറ്റായിട്ടോ. എപ്പോഴും ലേറ്റെന്നല്ല, മിക്കപ്പോഴും ഇങ്ങനെ ഉച്ചകഴിഞ്ഞായിരിക്കും കുളിക്കുക. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് 4:30 ആകുമ്പോഴത്തേക്കിനും തന്നെ കൊതുകിൻ്റെ നല്ല പ്രവേശനം ഉണ്ടാവും കേട്ടോ. കൊതുക് ശരിക്കും കയറും. അങ്ങനെ ജനലെല്ലാം അടച്ചെല്ലാം റെഡിയാക്കിയിട്ട് കുഞ്ഞു ബേബിനെ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ ഞാൻ അതേ താഴേക്ക് വന്നത്. അപ്പോൾ കുട്ടികൾ ട്യൂഷനും മദ്രസയ്ക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി അടുക്കളയിലേക്ക് വന്നതാണ്. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. സാധാരണ ഞാൻ പഞ്ചസാര ഭയങ്കരമായിട്ട് ഇട്ട് കുടിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് കുറച്ച് കഴിച്ച പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ നിരന്ന് അവിടെ കിടക്കുക. അങ്ങനെ അതെല്ലാം പെറുക്കി കുറച്ച് ഒതുക്കിയതിന് ശേഷം എൻ്റെ ചായ എനിക്ക് നന്നായിട്ട് ആറ്റിക്കണം. പ്രത്യേകിച്ച് പച്ചവെള്ളത്തിൽ നന്നായിട്ട് ആറ്റിച്ച് എനിക്ക് കുടിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ചായ എല്ലാം ആറ്റി ഞാൻ ചായ കുടിക്കാനായിട്ട് എടുത്തുകൊണ്ട് വെച്ചിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം ഞാൻ ഇരിക്കുക എന്നുള്ളൊരു പരിപാടി എനിക്കുണ്ട്. ഈവനിങ് ടൈം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ബോറിംഗ് ഉള്ള ടൈമാണ്. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ബോറിംഗ് ഉള്ള ടൈമാണ് ഈവനിങ് ടൈം. ജസ്റ്റ് ചായയും കൊണ്ട് പോയി ആ ഒരു വൈകുന്നേരം ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ആരെയൊന്നുമില്ലാതെ നോക്കിയിരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്നു അവിടെ ഇരുന്ന് ചായ കുടിക്കും. ചായക്ക് വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ആറിച്ചാണ് ചായ കുടിക്കുന്നത്. എനിക്കങ്ങനെ ചൂടോടുകൂടി ചായ കുടിക്കുന്ന കൊച്ചിലെ മുതലേ ഇഷ്ടമല്ല. അതൊരു ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചെയ്യാറില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് നമ്മുടെ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ടെറസിൽ കുറേ പഴയ സാധനങ്ങളും കൊച്ചിൻ്റെ പഴയ തൊട്ടിലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ടെറസിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതെല്ലാം ഒന്ന് തൂത്തൊതുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണേ. അതെല്ലാം വാരി ചാക്കിൽ കെട്ടി താഴെ കൊണ്ടുവയ്ക്കും. നാളെ ആകുമ്പോഴത്തേക്കും നമ്മൾ കത്തിക്കും എന്നുള്ള പരിപാടിയുണ്ട്. അപ്പോൾ കുറച്ച് തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈയിടെയായിട്ട് ഇതിനാണ് ഇടയ്ക്ക് തുണി വിരിച്ചിടുന്നത്. അതിൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. എന്തായാലും അവൻ അത്രയെങ്കിലും ചെയ്യുന്നില്ല, അതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എന്നെ അത്രയൊക്കെ കാര്യങ്ങളിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ തുണി മടക്കാൻ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെയുള്ള തുണി വിരിച്ചിടൽ, റൂം ഒതുക്കൽ, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു സിസ്റ്റം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. മൺഡേയിൽ ഞാനാണ് കിടക്ക വിരിക്കുന്നത്, ട്യൂസ്ഡേയിൽ ഐദിൻ, വെനസ്ഡേയിൽ ഐറ, അങ്ങനെ ഏജ് വൈസ് ഞങ്ങൾ അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സന്ധ്യ ആകാറായപ്പോഴത്തേക്കും ഞാൻ താഴെ വന്നപ്പോഴത്തേ ഇവൻ ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറി കളിക്കുകയാണ്. ഉമ്മച്ചി കൊച്ചിനെ കൊണ്ട് റോഡിൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരമായിട്ട് പോയി നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽപ്പുണ്ട്. വാപ്പിച്ച് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും വാപ്പിച്ച് ഒന്ന് നടക്കാൻ പോകുന്നൊരു പരിപാടി ഉണ്ട് ഈ അടുത്തായിട്ട്. നിൽക്കലാണ് കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തുള്ള അച്ചുവാണ്, അശ്വതി, നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണ്. ഒരു പാവം പെൺകുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റീസെൻ്റായിട്ടുള്ളതോട് എനിക്കൊരു വല്ലാത്തൊരു സ്നേഹമുണ്ട്. അപ്പോഴാണ് അവൾ എന്തോ ഒരു സ്മെല്ല് അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയത്. ഇവിടെ എന്തോ സ്മെല്ല് മണക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പൂച്ച തൂറിയതോ അങ്ങനെ എന്തോ ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും മണം വരുന്നില്ല കേട്ടോ. പൂച്ചക്കുട്ടിയായിട്ട് കുട്ടികൾ ഭയങ്കര കളിയാണ്. ഈയിടെയായിട്ട് ഞാൻ പൂച്ചക്കുട്ടീനെ കുട്ടികളുടെ അടുത്തേക്ക് ഒട്ടും അടുപ്പിക്കാത്തൊരവസ്ഥയാണ് ഇതിനെ കടിച്ചതിന് ശേഷം. അപ്പോഴാണ് ഐറമോൾ എനിക്കൊരു കണ്ണിമാങ്ങ കൊണ്ട് തന്നെ. ഇപ്പോൾ മാങ്ങാ സീസൺ ആയതുകൊണ്ട് മുറ്റം നിറയെ കണ്ണിമാങ്ങയും മാവിൻ്റെ ഇലയൊക്കെയാണ്. അങ്ങനെ ഇരിക്കലെയാണ് ഇവൾ കുഞ്ഞു ബേബിക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. എൻ്റെ കുഞ്ഞു ബേബി ഇത്ര അടങ്ങിയിരിക്കുന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്താ അടങ്ങി, എന്ത് ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നതെന്നറിയാം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കത്തിയൊക്കെ വെച്ച് സൊറയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഇത് മിക്ക ദിവസങ്ങളിലും ഈവനിങ്, ഇപ്പോൾ ഇവൾ വന്നതിന് ശേഷം മിക്ക ദിവസങ്ങളിലും ഈവനിങ് ഉള്ളൊരു ഞങ്ങളുടെ കലാപരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം ഒരു റിഫ്രഷിങ് ആണെന്നറിയാം. ഇവിടെ വന്ന് കുറച്ച് നേരം ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്ന് കുറച്ചൊന്ന് ചിരിച്ച് ഉല്ലസിച്ച് പോകുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഞങ്ങൾ എന്തെല്ലാം പറയുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എനിക്ക് ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയൊരു എഫക്റ്റാണ് കേട്ടോ. ഇവിടെ വന്ന് കുറേ നേരമൊക്കെ
കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പം പിന്നെ കുറേ ബ്യൂട്ടി ടിപ്സൊക്കെ പുള്ളിക്കാർ പറഞ്ഞു തരും കേട്ടോ. പെഡിക്യൂർ ചെയ്യുന്നതും മാനിക്യൂർ ചെയ്യുന്നതും അപ്പോൾ ഇവളെ കൊണ്ട് എൻ്റെ കൈക്കൊന്ന് മാനിക്യൂർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അതൊക്കെ അവളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ആയി കുട്ടികൾ കുറേയൊക്കെ പെറുക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചടി എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ് എങ്ങനെയാണ് കണ്ടെത്തുക, അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പിയെടുത്ത് അവൾ എനിക്കത് കണ്ടെത്തിയൊക്കെ തന്നെ. അങ്ങനെ ആ കാര്യങ്ങളും ടിപ്സൊക്കെ എനിക്ക് അവളാണ് റീസെൻ്റ് എനിക്കതൊക്കെ പറഞ്ഞു തരുന്നത്. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് സന്ധ്യാകാലമായപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ മുമ്പ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തുണിയെല്ലാം ഒന്ന് മടക്കണമായിരുന്നല്ലോ. അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. एक्सप्रेशन के लिए चिड़की आके തുണി മടക്കിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് അതിന് ട്യൂഷനും മദ്രസയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ട്യൂഷന് പോയ കഥകളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയെ. ഐറാമോൾ എൻ്റെ അടുത്ത് കഥ പറയുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഐതിനാണ് എൻ്റെ അടുത്ത് കഥ പറയാൻ കൂടുതൽ വരുന്നത് കേട്ടോ. ഐറാമോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ഒരുപാട് ഇങ്ങനെ തിത്തിരി തുള്ളാനൊക്കെ വരും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി പഠിപ്പിക്കാനുള്ള പ്രോസസ്സിങ്ങിലേക്ക് കയറി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് റൂം ഒതുക്കാത്തതിനും ഒക്കെ ഞാൻ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ റൂമൊക്കെ ഒതുക്കി കൊടുക്കും, എന്നാലും അവർ ചെയ്യാത്തതിന് ഞാൻ നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്യും. അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മാക്സിമം ഞാൻ അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. എന്നാലും ഇടയ്ക്ക് ഉഴപ്പാറുണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്ക് മറന്നു പോകും. वे दोनों जानबूझकर एजी मजाक करते थे. जाने पहचाने लोगों की एजी मजाक करी गपशप मुझे अच्छी लगती है. और मनपूर्वമാണ് അത്തരം തമാശകൾ പറയുന്നത്. പരിചയമുള്ള ആളുകൾ അത്തരം തമാശകൾ നടത്താൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ. കുറച്ച് നേരത്തോളം അവരെ ഇരുന്ന് പഠിപ്പിച്ചതിനൊക്കെ ശേഷം ഞാൻ വന്ന് കുറച്ച് കഞ്ഞിയും പയറും അടുപ്പത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ചോറ് കുറച്ചേ ഉള്ളായിരുന്നു. ഉച്ചയ്ക്ക് പണിക്കാരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചോറ് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചിയോട് വൈകുന്നേരം ചോറില്ലെങ്കിൽ നമുക്ക് കഞ്ഞിയാക്കാം അമ്മച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കഞ്ഞിയും പയറൂടെ മിക്സ് ചെയ്താണ്, പണ്ട് നമ്മുടെ അംഗൻവാടിയിലൊക്കെ കഞ്ഞി കിട്ടുന്ന കണക്ക് കഞ്ഞിയും പയറൂടെ ഒക്കെ മിക്സ് ചെയ്താണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഒരു പ്രത്യേക കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ജസ്റ്റ് ഉപ്പും കൂട്ടി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് വൈകുന്നേരം എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം എൻ്റെ വ്ളോഗ് ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അപ്പോൾ ശരി.